കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂവാറ്റുപുഴ നഗരസഭയിൽ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് ശാന്തം. 3-ാം വാർഡിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂവാറ്റുപുഴ നഗരസഭയിൽ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് ശാന്തം. രാവിലെ 7ഓടെയാണ് പോളിംഗ് ആരംഭിച്ചത്. 3-ാം വാർഡ് തൃക്കയിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. നഗരസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 30 ബൂത്തുകളിലേക്കും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളോടും കൂടി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 4 പോളിംഗ് ഉദ്യോഗസ്ഥരും 1 പോളിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ, തേർഡ് പോളിംഗ് ഓഫീസർ, സുരക്ഷയ്ക്കായി 1 പോലീസ് ഉദ്യോഗസ്ഥനും ഓരോ ബൂത്തിലുമുണ്ടാവും. വാർഡ് അടിസ്ഥാനത്തിലുള്ള പോളിംഗ് ആയതിനാൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയവരുടെ നീണ്ട നിരയോ തിരക്കോ ബൂത്തുകളിൽ കാണാൻ സാധിച്ചിട്ടില്ല. എല്ലാ സമ്മതിദായകരെയും ബൂത്തിലെത്തിച്ച വോട്ട് രേഖപ്പെടുത്താൻ മുന്നണികളും സ്ഥാനാർത്ഥികളും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ കിടപ്പ് രോഗികളെ ഉൾപ്പെടെ ആംബുലൻസിൽ പോളിംഗ് ബൂത്തിലെത്തിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. സംഘർഷമോ തർക്കമോ ഇല്ലാതെ സമാധാനപരമായ വോട്ടിംഗ് അന്തരീക്ഷം ഒരുക്കുന്നതിനായി മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് 6ഓടെ പോളിംഗ് അവസാനിക്കും. തുടർന്ന് വോട്ടിംഗ് മെഷീനുകൾ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള മുറിയിൽ വലിയ പോലീസ് സന്നാഹത്തോടെ സൂക്ഷിക്കും. 13-നാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.